ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരാൾക്കൂടെ പ്രാന്ത അതല്ല മനുഷ്യ ഒരു കമന്റ് വന്നിട്ട് കേട്ടാ. അവരുടെ വിചാരേ ബാലും എന്താണ് പേര്, ബാലും ഉപ്പുമ നീലുവാന്ന് വിചാരം നമ്മളാണ്. സഹോദരി, ഞങ്ങൾ ഒരിക്കലും ബാലു നീരും അല്ല. അത് നിങ്ങൾ ആലോചിക്കുക. ബാലു നീലിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കാശിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവരഭിനയിക്കുന്നവരാണ്. ഒരിക്കലും അപ്പം ഞങ്ങൾ അവരെ പോലെ അല്ല. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ല കേട്ടാ. ഞാൻ ബാലുവിന്റെ അച്ഛൻ ബാലുല്ല, അല്ല എന്റെ അച്ഛന്റെ അച്ഛൻ ബാലുല്ല, കുഞ്ഞുകുട്ടനാണ്. ഞാൻ ഇങ്ങനെ ബാലുവിന്റെ ആണ്, ഞാൻ ഇങ്ങനെ നീരുമാണ്. ഞാനൊരു പൊടി കൽപ്പിലാണ് ഈ വക കമന്റ് വരരുത്തിട്ടുള്ള കാര്യം പറഞ്ഞു. കൽപ്പിന് അവരോട് പ്രാന്തരികൾക്ക് മനുഷ്യൻ. അപ്പൊ എന്താ പറയാ, ബാലുവിന്റെ നീരുവിന്റെ പോലെ ഞങ്ങൾ ബാലുവിന്റെ നീരുവിന്റെ പോലെ അവർ കാശ് കൊടുത്തിട്ട് അഭിനയിക്കുന്നു. അവരിൽ സ്നേഹമില്ല. അവിടെ ഞങ്ങളിലുള്ള ഭാര്യ ഭർത്താവ് എന്നുള്ള സ്നേഹം അത് തന്നെയാണ് എപ്പോഴും ഒരുപോലെ ഞങ്ങൾക്ക് നിൽക്കുമ്പോൾ. ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിത്തായിരിക്കും നമ്മുടെ ലൈഫ് ഏറ്റവും നല്ലത്. ഒരുപാട് മെച്ചൂരിറ്റിയേക്കാളും നല്ലത് ഒരു കുട്ടിത്തത്തിലൂടെ ലൈഫ് മുന്നോട്ട് കാണുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ, ഒരുപാട് ആലോചനകളുടെ കാര്യം പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം. അപ്പം നമ്മൾ ഭയങ്കര കൂടായിട്ട് അത് വേണ്ടടുത്ത് വെച്ചാട്ട് ആ പോട്ടെ, വെറുതെ ചുമ്മാ പറഞ്ഞത് അവ എന്നോട് വെച്ച് കയറ്റേന്ന്, ചുമ്മാ പറഞ്ഞത് അവ എന്നോട് വെച്ച് കണ്ടാൽ മതിയെന്ന് മനസ്സിൽ കുറേ വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അവ എന്നോട് വെച്ച് കണ്ടിട്ട് വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലോട്ട് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സന്ദർഭം നമ്മൾ തള്ളിപ്പോയി പറഞ്ഞു പോകണം. അങ്ങനെ പറഞ്ഞേക്ക് ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കുമ്പോൾ പറയണം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനും അതിനെ ഇട്ടുകാരിൽ നിന്ന് അങ്ങനെ പ്രാന്തുണ്ടാകും. പിന്നെ അവ എന്നോട് വെച്ച് കാണാനുണ്ട്. അപ്പോൾ അത് തേങ്ങൂല. ആ പറയുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വരുന്നത്. പക്ഷെ ആ പറയുമ്പോ ചിലപ്പോ ആ ശരിയല്ലേ എന്നാ വായോ ഓക്കെ ആ ശരി ഓക്കെ എന്നോട് വെച്ച് കാണാം. പിന്നെ അപ്പൊ നമുക്കൊരു എനർജി കിട്ടും. ചെയ്ത് നമ്മൾ എന്തൊക്കെ ടെൻഷൻ എങ്ങനെ മൂടും എന്നോട് വെച്ച് കാണാം. ഇതിന് വലുതിപ്പോൾ ഇത് എന്താ വലിയ കാരണം നടക്കുന്നു, തേങ്ങ ഇതല്ലേ ചോദിക്കും അത്രേ. അപ്പോൾ അത് വെച്ചിട്ട് വിഷമില്ല കഴിഞ്ഞിട്ടല്ല, 100,000 വിഷമങ്ങളും കാര്യങ്ങളും കൂടി തന്നെയാണ് മുന്നോട്ട് പോണത്. പിന്നെ ഒരു കമന്റ് വന്നത്, ഇവർക്ക് ഇവരെ അച്ഛനോട് പോലെ അടുപ്പില്ല, അച്ഛൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പോലും തന്നെയേട്ടൻ എൻ്റെ അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു അകൽച്ച, പിന്നെ ഞാൻ അടുത്ത് വരിക്കുന്നില്ല. അപ്പൊ അത് ബന്ധത്തിന് അച്ഛനോട് അടുപ്പല്ല ചെയ്യാൻ വലിയ വിഷമമുള്ള കാര്യം. അച്ഛനോട് അടുപ്പല്ല അത് ഇതിന്റെ മുന്നേ വീഡിയോയില് ഇപ്പൊ അങ്ങനെങ്കിലും ഇരുന്നല്ലോ. അപ്പൊ അങ്ങനെങ്കിലും ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്താന്ന് തന്നെയാണ് പറയുന്നത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കല്യാണം ഞാൻ ഒരു മക്കളെ അച്ഛനെ നേരിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അടുപ്പക്കുറവുകൊണ്ടല്ല സഹോദരി, അവരുടെ ലൈഫിൽ അവർ ജീവിച്ചു വന്ന രീതികൾ അങ്ങനെയാണ്. അച്ഛനെ കാണുമ്പോൾ അത് അന്നേട്ടൻ മാത്രമല്ല 7 മക്കളും അമ്മയും അങ്ങനെ തന്നെയാണ്, വന്ന മരുമക്കളും അങ്ങനെ തന്നെയാണ്. മനസ്സിലായ അച്ഛനെ നേരിട്ടാണ്. ഇപ്പോഴാണ് പിന്നെ എല്ലാവരും എന്തിനും സംസാരിച്ചു തുടങ്ങിയത്. പണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുന്നിലേക്ക് ഒരാൾ പോവില്ല. അച്ഛനോട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമക്കൾക്ക് പോകണമെങ്കിൽ കട്ടലയുടെ അപ്പുറത്ത് നിന്നിട്ട് ചോദിക്കും അച്ഛൻ വീട്ടിൽ പോട്ടെ എന്ന്. അതും പതുക്കെ നല്ല കൂടി സ്ഥലത്ത് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് വായന എന്താ പേര് നമുക്കല്ല. അപ്പം അങ്ങനെ അച്ഛൻ എല്ലാവർക്കും പേടി തന്നെയായിരുന്നു. അപ്പോൾ ആ അടുപ്പക്കുറവുണ്ടാവും. അത് അച്ഛൻ്റെ സ്ഥാനമല്ലാണ്. അപ്പം അച്ഛൻ്റെ അച്ഛനെ തോളത്ത് കയറിക്കണം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ തോളത്ത് കയറിക്കും. അത് എൻ്റെ രീതി. ഞങ്ങളുടെ ലൈഫിൽ അച്ഛനെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടതും വളർന്നു. അച്ഛനെ കെട്ടിപ്പിടിക്കണു, അച്ഛനും വഹിക്കണു. ഞാൻ അവിടെ അതിന് എന്നോട് വെച്ചത് അതിനേട്ടൻ 2ാം അച്ഛനാണോ അത്, സ്വന്തം അച്ഛൻ ഇങ്ങനെയാവും എന്ന് ചോദിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തം അച്ഛനെ കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഞങ്ങൾ പെൺകുട്ടികളെ എല്ലാവരും അച്ഛനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം. അങ്ങനെ ലൈഫ് എന്ന് വന്നപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. ഇങ്ങനെ പണ്ടൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ 10-26 വർഷം വരെ നമുക്ക് ചിന്തിക്കാനുള്ള ഇതല്ല. അപ്പോൾ പണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ 2ാനമ്മ മക്കളെ പീഡിപ്പിക്കുക, 2ാം അച്ഛൻ പീഡിപ്പിക്കുക ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ അച്ഛൻ്റെ മിണ്ടില്ല, അച്ഛനെ കാണില്ല. അമ്മയുടെ അടുത്ത് കാണുന്നുണ്ട് മിണ്ടിലും സ്നേഹം അച്ഛൻ്റെ. അപ്പം ഞാൻ അച്ഛൻ കൂടെ എനിക്ക് മക്കളെ അപ്പുറത്തോട് വരും, അച്ഛൻ പുറത്തേക്ക് വന്ന മക്കളൊക്കെ അകത്ത്. അങ്ങനത്തെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അത് 2ാം അച്ഛനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പക്കുറവോടല്ല സഹോദരി, അതുകൊണ്ടാണ്. അപ്പോൾ ആ കമൻറ്റിന് മറുപടിയിൽ പിന്നെ ഈ മാക്സികളൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് ചോദിച്ചാൽ, മാക്സി ബിറ്റായിട്ട് മേടിച്ചിട്ട് തുണിയായിട്ട് മേടിച്ചിട്ട് എനിക്ക് അടുത്തുള്ള ചേച്ചി ശൈലിച്ച് അടിച്ചു തരുന്നതാണ് കേട്ടോ എൻ്റെ മാക്സികളൊക്കെ. പിന്നെന്താ മാക്സി സെലക്ട് ചെയ്യാൻ പോണാണ് ഞാൻ അടിച്ചു തരുന്നത് വേറെ ചേച്ചി. സൂപ്പറാവും. അതാണ് മനുഷ്യന്റെ ഭാര്യ ഇതുകൊണ്ടാണ്. നല്ല മാക്സി തന്നെയാണ്.
ഇനിയിപ്പോ നമ്മള് തങ്കമണിക്കയറ്റം എന്ന് പറയുന്ന പണ്ട് അവിടെ മേടിച്ചിരുന്നില്ല കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മള് അവിടെ കൊറേ വേറെ മോഡല് വന്നിട്ടുണ്ട്. പോയി നോക്കി നോക്കാം. നോക്കി കാശൊക്കെ കാഴ്ച. പിന്നെ ഏട്ടാ പറയാം ഇവര് ദാരിദ്ര്യം ഇരുന്ന് പറയും കാശില്ല 10-50,000 കൊടുത്ത് തലയില് ഹെയർ വെച്ച് ആയിക്കോട്ടെ, തലക്കനാവട്ടെ, ആ രൂപത്തിലെങ്കിലും തലക്കനാവട്ടെ. അല്ല, കുറ്റം പറയാൻ പറ്റില്ല. അതാ ഇത് പറയണത് എന്താ വെച്ചാ, നമുക്ക് കുറേ പോരായ്മകളുണ്ട്, അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കയറ്റുക, അത്രയാണ് ഇപ്പൊ ഇതിന് പറയാൻ പറ്റുള്ളൂ. നിറച്ച് അതാണ് അവരുടെ ജീവിതം പരാജയമാണ്. അപ്പൊ അതിങ്ങനെ എന്തെങ്കിലും തരത്തിൽ അതിങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്ത് നിൽക്കുക. അതിന് കുശുമ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറം പറയേണ്ടി വരും. അടുത്ത ഈ മുടിയൊക്കെ ഞങ്ങൾക്ക് പെട്രോൾ കാശ് മാത്രം ചിലവായിട്ട് ഞങ്ങൾ പെട്രോൾ അടിച്ച് ഞങ്ങൾ പോയത് മാത്രമേ ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളൂ. അല്ലാണ്ട് 10 രൂപ ഞങ്ങൾക്ക് ചിലവായിട്ട് ഹെയർ വയ്ക്കാം. അപ്പോൾ പോട്ടെ, ഞാനിതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിരുന്നുണ്ട് ഹെയർ വയ്ക്കുന്നത്. അപ്പോൾ റൈറ്റ് കേട്ടിട്ട് ഞാൻ വെക്കാനിട്ട് തന്നെയാണ്. അതന്നെയായിരുന്നു അറിയാം, ഞാൻ വെക്കാനിട്ട് അതന്നെയായിട്ട് ആ വീഡിയോ ഉണ്ട്. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ട പോലെയാണ് നമ്മളങ്ങനെ ഓഫർ കിട്ടിയത്, നമ്മൾ പോയി പ്രമോഷൻ കിട്ടിയത് നമ്മൾ പോയി ചെയ്യുന്നു. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിന് കാശ് ചിലവായിട്ടില്ലാട്ടോ. ഞങ്ങൾ വണ്ടി കാശ് മാത്രം ചിലവാക്കിയാണ് പോയി. പിന്നെ 10 രൂപ ചിലവാക്കാണ്ട് നമ്മുടെ തന്നെ ഹെയർ വരുമല്ലോ. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് വണ്ടി കാശ് ചിലവാക്കി നമ്മളവിടെ എത്തി നമ്മളൊരു ഹെയർ വെച്ചത് നമ്മൾ വയ്ക്കുകയാണ് അല്ലേ. ഇനി പോയാലും നമുക്ക് ഇഡ്ലി മാവ് പൊളിച്ചിട്ടുണ്ട്, ഇഡ്ലി മാവ് പൊളിച്ചിട്ട് നോക്കട്ടെ. എന്നും അടക്കള വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോയി കിടക്കാറ്. പക്ഷേ ഇന്നലെ വൃത്തിയാക്കിയിട്ടുണ്ട്. പാത്രം മേശയുടെ പാത്രം ഇവരെ അപ്പോഴേക്കും ചേച്ചി ഫോൺ വിളിച്ചു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി വിളിച്ചപ്പോൾ ആ ചേച്ചിയോട് കുറച്ച് നേരം സംസാരിക്കായിരുന്നു. അതുണ്ടായിരുന്നു സംസാരിച്ച് വെക്കുമ്പോൾ കുറച്ച് നേരം അധികം വേണ്ട, അതിനൊന്നും മഴക്കാലൊക്കെ പുളിച്ചോലി മണത്ത് നോക്കി മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് മക്കൾ കയറിയുണ്ട്. ഒരു ചോറ്റുമ്പത്ര അവിടെ മക്കളെ ഇതിൻ്റെ കയറി ഒന്നും മേങ്ങുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ടാക്കിയാന്നോ അപ്പൊ ഒന്നും കഴിക്കണ്ട. രണ്ടാമത്തെ ടെസ്റ്റ് നേരാണ്. ഞാൻ അപ്പൊ തന്നെ പോകാനൊക്കെ പറ്റിയിരുന്നു 6:30. എനിക്കറിയാലോ എൻ്റെ അവസ്ഥ. അങ്ങനെ രാവിലെ അടുക്കള കയറിയപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അന്വേട്ടും ഞാൻ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അന്വേട്ട് ആദ്യം എണിച്ചിട്ട് കഴിക്കുന്നത്. പിന്നെ അന്വേട്ട് അപ്പുള്ള പാത്രങ്ങളൊക്കെ കഴുകി അന്വേട്ട് അങ്ങനെ പോയി കിടന്നു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് പിള്ളേർ കഴിച്ച് എനിക്ക് കുറച്ച് കഴുകി ഞാൻ പാത്രം കഴുകാന്നൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോള് വന്നു. അപ്പോൾ കോള് വന്നിട്ട് ഒരു മണിക്കൂർ മേലേക്ക് സംസാരിച്ച് അപ്പോൾ എനിക്കൊരു ചെറിയ മടി. പിന്നെ പോയി കിടന്ന് ഉറങ്ങാനേ തോന്നിയിട്ട് അങ്ങനെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. ഞങ്ങളങ്ങനെ ഞാനും കുണിക്കൊക്കെ പോയി കിടന്നുറങ്ങി. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഒരു 4-5 പാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെ ആ പാത്രങ്ങളൊക്കെ കഴുകി ഇഡ്ഡലി ഏട്ടന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പും ഒന്ന് കഴുകിയെടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കി അത് വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് കഴുകി ഒരു 5 മിനിറ്റ് വെള്ളം വാരാനൊക്കെ വെച്ചതിന് ശേഷം നമ്മളവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ പരത്തി നമ്മുടെ മാവൊക്കെ നന്നായി ഇളക്കി സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി അരിന്ന് ഇട്ടിട്ട് ഒരു പച്ചരി ഇട്ടിട്ട് ഇഡ്ഡലി അരി അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും, നല്ല ഗുണ്ടുപണിയായിരിക്കും ഇഡ്ഡലി. അപ്പോൾ അങ്ങനെ ഞാൻ ആ അരി നെസ്റ്റോന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തടവി അതിന് ശേഷം മാവൊക്കെ ഒഴിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഒരു നേരത്തേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു തട്ട് ഇഡ്ഡലി മതി കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് കുണുക്കന് സ്കൂളിൽ കൊണ്ടുപോകണം. പിന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ ചേച്ചി പണിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്കുള്ളതിനും ഞാൻ 2 ട്രിപ്പായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വരുന്നു കേട്ടോ. പിന്നെ ഒരു കടല സാമ്പാറിൻ്റെയൊക്കെ കുറച്ച് പരിപ്പൊക്കെ കഴുകി വെച്ചു. അതിലേക്ക് 2 സബോളയാണ് കേട്ടോ ഞാൻ. വേറെ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ജസ്റ്റ് ചോറിലേക്കല്ലല്ലോ, നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ചോറിലേക്കും കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു ഉണക്കൽ വറുത്തവരും മീൻ വറുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ടായാലും
ഈ സാമ്പാർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിരക്കുള്ളവർക്ക് ജോലി ബിസിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല കാര്യം കേട്ടോ. 2 സബോള നന്നാക്കി അരിഞ്ഞിട്ടു. അതിലേക്ക് 2 കുഴപ്പമില്ലാത്ത പഴുത്ത 2 തക്കാളി ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കള്ളത്തര സാമ്പാറിന് നമുക്ക് കള്ളപ്പണിയൊക്കെയാണ് ഇതൊക്കെ. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, സാമ്പാർ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കറിവേപ്പില ഇടാം, ഞാൻ മറന്നു കറിവേപ്പില ഇടാം, പിന്നെയാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ഞാനതൊക്കെ കൂടി തട്ടി അതിൽ കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടു. വേറെ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കായപ്പൊടി ഇട്ട പൊടികളിൽ ഇത് മാത്രമാണ് നമ്മൾ അതിലിട്ടുന്നത്. തക്കാളി, സബോള, പരിപ്പ് ഇതൊക്കെ ഇട്ട് കണ്ടു. സാമ്പാറിൻ്റെ കായപ്പൊടിയാണ് ഇട്ടത്. അത് അടുപ്പത്തേക്ക് നമ്മൾ ഒരു തട്ട് ഇഡ്ഡലി സെറ്റായിട്ടാണ്. അപ്പോൾ അതൊക്കെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ചട്ടി എടുത്തു സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തു അതായിരിക്കും മാറ്റി അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയുടെ തട്ടിൽ ഇഡ്ഡലി ചൂടാറിയിട്ട് ഒരുപാട് നേരം ചൂടാറിയുന്ന ഉണങ്ങി പിടിക്കും. അപ്പോൾ ഏകദേശം ചൂടാറിയപ്പോൾ അതൊക്കെ തട്ടിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് മാറ്റി വെച്ചു. അടുത്ത തട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമുക്കിന്ന് വേറൊരാൾ കൊണ്ടുവന്നു. പിന്നെ എല്ലാവരും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 5 ഇഡ്ഡലി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രൂ ഇട്ടതിന് ശേഷം കുണുക്കി ഞാൻ മീൻകറി കൂട്ടി കൊടുത്തു വിട്ടാം. കുണുക്കന് ഈ പറഞ്ഞ പോലെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിക്കായാലും പുട്ടിനായാലും ഒക്കെ കുണുക്കന് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഡ്ഡലി മീൻകറി ഭയങ്കര ടേസ്റ്റാണ്. ഇഡ്ഡലി ചിക്കൻ, ഇഡ്ഡലി മീൻകറി, ഇഡ്ഡലി ബീഫ്, ഇഡ്ഡലി മട്ടൻ കുറുമ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരുമിച്ച് കൂട്ടി കഴിക്കാൻ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തട്ട് ഇഡ്ഡലിയും അവിടെ അടുപ്പത്തേക്ക് കയറ്റി വെച്ചു വിട്ടാം. അതിന് ശേഷം നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം തിളച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു വിട്ടാം. പുളിയൊക്കെ ഓരോരുത്തർ ആവശ്യത്തിന് നമ്മൾ ഒഴിക്കും. അതിന് പുളി പിഴിഞ്ഞ് ഒഴിച്ചു. എളുപ്പത്തിലാട്ടോ ഇത്. 2 തിളച്ചോട് കൂടിയിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള വേണ്ടിയിട്ട് അപ്പുറത്തൊരു ചീനിൻ ചട്ടി വയ്ക്കുക. കാരണം പുളിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പുളിയുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒക്കെ പാകട്ടോ. ഈ സമയത്ത് പുളി ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് പാകമാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കുറച്ച് മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ ഒരു വേറെ സ്മെല്ലും വേറെ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മല്ലിയില ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പുറത്ത് ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ സാമ്പാർ പൊടി ഒരു 4 വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ കടുക് പുലിയൊക്കെ പൊട്ടിച്ചതിന് ശേഷം മുഴുവൻ കറിവേപ്പില ക്രോസോ എന്ന് പറഞ്ഞതാണ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിക്കുന്നത്. അപ്പോൾ അതിൽ പ്ലെയിനാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ നല്ല മിൽക്ക് ചോക്ലേറ്റ് ഉരുക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ 2-3 കഷ്ണം തണ്ണിമത്തങ്ങ വെച്ച് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്താ പറയുക പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കട്ടെ വെച്ചിട്ടാണ് ആക്കി കൊടുക്കുന്നത്. ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ട് വരും അങ്ങനെ. പിന്നെ നമ്മുടെ കുണുക്കന് ലഞ്ച് ബോക്സിലേക്ക് നമ്മളാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കുണുക്കൻ കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും പിന്നെ നല്ല കട്ട ചട്നിയാണ് കേട്ടോ. നാളികേരി ചട്നി കട്ട ചട്നി അരച്ച് കൊടുത്തു. പിന്നെ കുണുക്കന് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് തണ്ണിമത്തങ്ങ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറാണ് കേട്ടോ. കുണുക്കന് ഇഡ്ഡലിക്ക് സാമ്പാറും ചട്നി നിർബന്ധമാണ്. ആ കാരണം കുറച്ച് സാമ്പാർ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുണുക്കിലും സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ബാഗിലാക്കി പിന്നെ കുണുക്കൻ്റെ ടവലൊക്കെ കെട്ടി സെറ്റ് ചെയ്തു. അതും ബാഗിലാക്കി കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അങ്ങനെ ഞങ്ങളിത് രാവിലത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് കുണുക്കിന് ഇതേ സ്കൂളുണ്ടെങ്കിൽ അവരും സ്കൂളാണ് കേട്ടോ കാണുന്നത്. കാട്ടിപ്പിക്കാം സൈഡാ പട കാണില്ല അല്ലേ? അതന്നെ അതന്നെ ഇതൊക്കെ സ്കൂൾ തന്നെയാണ് കേട്ടോ. അവരുടെ അത് ഈ സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങൾ മലങ്കരയിലേക്ക് വേണം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞൂടാ, ഞാൻ വന്നു പോയിരുന്നു സ്കൂള്. അച്ഛനേട്ടാ വന്നു പോയിരുന്ന സ്കൂളാണ്, പഠിച്ച സ്കൂളല്ല വന്നു പോയിരുന്ന സ്കൂളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് മലങ്കരയിലേക്ക് പോവാണ് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ കുഞ്ഞൊന്നുമില്ല, കുഞ്ഞ് വീട്ടിലുണ്ട്. വീട്ടിലൊന്ന് ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് തുണക്കിയിട്ട് അവളുടെ അടുത്ത് നിന്നു. ഞങ്ങൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പോവാം അല്ലേ ചേട്ടാ? ആ പിന്നെ പറയല്ലേ കേട്ടാ, ഇവർക്കൊരു അസുഖമില്ല. ഇവരെ കണ്ടറിഞ്ഞൂടെ, അസുഖമുള്ളവരെ കണ്ടറിയാം. ഇവരെ കണ്ടറിഞ്ഞൂടെ ഇവർക്ക് അസുഖം കേടൊന്നും ഇല്ല എന്ന് അറിഞ്ഞൂടെന്ന്. അപ്പോൾ ഇവരെ കണ്ടാൽ തോന്നണില്ല അസുഖമുള്ളവരുടെ എന്തിയാണെന്ന്. ഇവർ വെറുതെ പറയാം അസുഖങ്ങളും കാര്യങ്ങളാണെന്ന് വെറുതെ പറയാണ്. അപ്പം ഞങ്ങളെന്നെ അറിയണ ഒരു കുറച്ച് പേര് ലക്ഷോറിൽ കണ്ടിട്ടുണ്ട് മിഞ്ഞാന്ന്. വെറുതെ എന്തായാലും ലക്ഷോർ കാണാൻ പോയില്ലല്ലോ. വീഗാലാൻഡ് ഡ്രീംവേൾഡ് അല്ലല്ലോ ലക്ഷോർ ഹോസ്പിറ്റല്. അമ്മാവൻ്റെ വീട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്, ആസ്റ്ററിലേക്ക്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ആസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ വെറുതെ പോകണമല്ലോ. അപ്പോൾ ഇന്നെ കണ്ട അസുഖം തോന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ക്ഷീണിക്കുന്നില്ല തീർച്ചയായും. കണ്ട അങ്ങനെ കവളൊക്കെ ഇങ്ങനെ തുടുത്ത് വരിക. അപ്പോൾ നമ്മുടെ ഡോക്ടർ എന്താ ഗോവിന്ദല്ലേ,
ഡോക്ടർ ഗോവിന്ദൻ ഗംഗാധരൻ്റെ മകനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ പറഞ്ഞു, കണ്ടില്ലേ ഈ സ്റ്റീറോയിഡ് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ കൗളിങ്ങനെ തുടുത്തന്നെ. അപ്പോൾ എൻ്റെ അസുഖത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിക്കില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ഷീണിക്കില്ല. എന്താ വെച്ചാൽ 8 മാസത്തോളമായി ഞാൻ സ്റ്റീറോയിഡ് കഴിക്കുന്നത്. സ്റ്റീറോയിഡ് കഴിക്കുമ്പോൾ എത്ര തടിയില്ലാത്തവരായാലും തടി വെച്ച് പോകും, വീർക്കും. എന്താ വെച്ചാൽ ഫുഡ് തിന്നിട്ടല്ല, അതിൻ്റെ സൈഡ് എഫക്റ്റാണ് നമ്മുടെ ഈ കാണുന്ന കൗളത്ത് കാണുന്ന വീർമതിയും കാര്യങ്ങളൊക്കെ കേട്ടോ. 86 കിലോ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ 91 കിലോയിലേക്ക് എത്തി. അപ്പോൾ ഡോക്ടറോട് ഞാൻ ഫുഡ് കഴിക്കാൻ, ഡോക്ടർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടല്ല, അത് സ്റ്റീറോയിഡിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടി വരുന്നതാണ്, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു സ്വതവേ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല, ഇപ്പോൾ ഈ സ്റ്റീറോയിഡ് കഴിക്കുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര വയറ് കാണിച്ചും ഛർദ്ദിക്കാൻ വരും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ. ഭയങ്കര വിശപ്പായിരിക്കും. എന്നാൽ പോലും നമ്മൾ ആ വിശപ്പിനനുസരിച്ച് ഫുഡ് കഴിക്കില്ല. എന്താ വെച്ചാൽ നമുക്കറിയാം, എന്താ വെച്ചാൽ കുഞ്ഞിന് ഇതുപോലെ സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ 2.5 വയസ്സിലെ 10 ഇഡ്ഡലി ഒക്കെ കുഞ്ഞ് തിന്നൊരു നേരം, അതിൽ 3.5 കിലോ ചിക്കനൊക്കെ ഒരു നേരം കുഞ്ഞിരുന്ന് തിന്നിരുന്നു. അപ്പോൾ ആ സ്റ്റീറോയിഡിൻ്റെ വിശപ്പ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് അറിയണ കാരണം നമുക്കറിയാം വിശപ്പ് വന്നാൽ തിന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കാൻ പറ്റിയിരുന്നില്ല. അന്വേഷണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല, തടിയോണ്ട് കവളും വയറൊക്കെ ഒന്ന് വീർത്തിട്ട്. അതായത് സ്റ്റീറോയിഡ് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റാണ് അത്. അതിൻ്റെ പറയാൻ മനസ്സിലാവണവരോട് പണ്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ആ സഹോദരിയോട് പണ്ട് കാര്യമൊന്നുമില്ല, സഹോദരി കുറ്റം കണ്ടുപിടിക്കുക, ഇവർക്ക് വലിയ കേടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ചെയ്ത്, തല കുളിച്ചിട്ടില്ല, ചെവി വേദന കാരണം തല കുളിച്ചില്ല, കുളിച്ചു വന്നു കട്ടയ്ക്കുമ്പോൾ ഇതിലൊരു വീഡിയോ എടുത്തു. അല്ലാണ്ട് അതിൽ ഞാൻ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക അറിയില്ല, നിങ്ങൾ എന്താ ഉദ്ദേശം. ഇന്നിപ്പോൾ ചെവി വേദനയൊക്കെ ആയിട്ട് തലയൊക്കെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു തൊട്ടുള്ളത് തല കുളിച്ചിട്ടുണ്ട്, കുളിക്കുന്നുണ്ടാക്കുമ്പോൾ തലയൊക്കെ കുളിച്ചിട്ടുണ്ട്. രാവിലേക്ക് തല കുളിച്ച് അല്ല എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, നമുക്കൊരു ഉണർവ് ഉണ്ടാവുള്ളൂ. തല കുളിക്കാത്ത ദിവസം നമുക്കൊരു മന്ദപ്പ. അപ്പോൾ ഞാൻ തലയൊക്കെ കുളിച്ച് ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയിട്ടാ, മലങ്കരയ്ക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പോകട്ടാ. അങ്ങനെ ആശാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇതിലാണ് ഞാൻ മാത്രം ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും പോയാലോ ചേട്ടാ. എല്ലാം നോക്കാം, അത്ര മോശക്കാരൊന്നുമില്ല ഞങ്ങൾ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണ വഴി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പോയി, കുഞ്ഞിനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനും അതിനായിട്ട് മാത്രം ഉണ്ടായിരുന്നില്ല. ഉണ്ണോളെ സ്കൂളിലാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു കേട്ടോ. കേട്ടോ ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കായി, മഴക്കാലം സീസണായിപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ വണ്ടി വന്നപ്പോൾ ആ സത്യം മനസ്സിലായത് അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് മലങ്കര തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ പറമ്പുണ്ട് കേട്ടോ, അവിടെ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തു, സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ബ്ലഡൊക്കെ എടുത്തു. കൈമ കാണിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പോയതാണ്. എനിക്ക് 3 കുത്ത് കിട്ടിയിട്ട് ദൈവമേ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് അടുത്ത ഷുഗർ നോക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് സമയം ഇപ്പോൾ ഒരുപാട് വൈകി. ഞാൻ ഉണ്ണാളൊക്കെ ഉണ്ടാക്കിയിട്ടല്ല വരുന്നത്. അപ്പോൾ ഓരോ കാരിച്ചായും ഒരു പരിപ്പടിയും കഴിച്ചിട്ട് പോയി. വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ചാലോ? വണ്ടിക്കാരനാണ്, ഇത് ബൈക്കുകാരന്, ഹെൽമെറ്റുകാരന്, കാർ മാറ്റിട്ട് പോവാം. അങ്ങോട്ട് എന്താ അടിച്ച് നല്ല പരിപാടി പോരാ. ഇഡ്ഡലി ഉണ്ട്. ചായ കുടിച്ചു. പരിപ്പാട് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ, ടേസ്റ്റ് തോന്നിയിട്ട് പരിപ്പാടൊക്കെ ഒരു ഇറച്ചി മസാലയുടെ ഒക്കെ വേണം, അത് ടേസ്റ്റ് ഇല്ല. പരിപ്പാടാന്ന് പറഞ്ഞാൽ നാടൻ പരിപ്പാട, അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ആ ചുവന്നുള്ളിയുടെയും സബോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ പെരിഞ്ചീരകം ഒന്നിട്ട് എനിക്ക് അത് അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പെരിഞ്ചീരകം പരിപ്പടയിലുള്ളത്, അതായത് ചെമ്മിയവടയുണ്ട്, ചെമ്മിയവടയിൽ പെരിഞ്ചീരകം ഇട്ടാലും കുഴപ്പമില്ല, ചെമ്മീൻ്റെ ഫ്ലേവറിൽ പെരിഞ്ചീരകം ചേരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു, ഇനി വീട്ടിൽ പോട്ടെ. അങ്ങനെ ഞാനുമായിട്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാട്ടോ. എൻ്റെ അന്ന് ചായ കുടിച്ചു. പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല, ഉണക്ക മീനിലാണെങ്കിൽ ചോറിനില്ലാന്നേ. അപ്പോൾ ഞാൻ മീൻ മേടിക്കാൻ വന്നു. എന്നിട്ട് അതിൽ മേടിച്ചിരിക്കണമെന്ന് തോന്നുന്നു. എവിടെ പോയാലും ആൾക്കാരായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് സംസാരിച്ചിട്ട് അവർ വീട് എവിടെയാ ചോദിക്കും. എല്ലാവരോടും പ്രത്യേകത കേട്ടോ. ഇതൊന്നും അത് ഞാൻ എല്ലാവരെയും കാണുന്നൊരു സ്വഭാവമല്ല, ഞാൻ വേണ്ടത് കാണുന്നൊരു ഇതാണ്.
ഇവിടെ പോയ ആൾക്കാരാണ് ഇവിടെ വീട് പെട്ടെന്ന് ചോദിക്കും എനിക്ക് ഇഷ്ടം. ഹലോ, അയ്യോ ഒരു കവറുള്ളൂ. ഓക്കെ ബോസ്. ടിഷ്യൂ എന്തേ? സ്റ്റിയറിംഗ് ഒക്കെ മണം വരും. എന്താ മണം നോക്കുന്ന കവറ് നല്ല മണം. സ്റ്റിയറിംഗ് മണക്കും. വേണ്ട, ടിഷ്യൂ എന്ത് ഞാൻ എടുത്തുതരാം. ഞാൻ എടുത്തിട്ട് തരാം. ഞാൻ എടുത്തിട്ട് തരാം. വേണമെന്ന് അത് സ്റ്റിയറിംഗ് മണക്കും ചേട്ടാ. ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലേക്ക് വിട്ടിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അന്നേട്ട് സമ്മതിക്കണം കേട്ടാ. പക്ഷെ എന്താണെന്നറിയോ, നമ്മളത് നോക്കണത് അന്നേട്ടൻ്റെ ജീവനാണ് ഈ വണ്ടി അല്ലേ. അപ്പൊ അത് എനിക്കത് പറഞ്ഞു. അന്നേട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അന്നേട്ടൻ്റെ വണ്ടി. അത് നീറ്റായി ഇരിക്കുക കാര്യങ്ങൾ. കാശില്ലാത്ത തന്നെ അല്ലെങ്കിൽ ഈ വണ്ടി എന്നിട്ട് ഒരു കുത്തമ്മീനറ എടുക്കും. ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടില്ല ചേട്ടാ. എന്നാലും ഇഷ്ടമല്ല ഇതൊക്കെ. വണ്ടി എപ്പോഴും എന്നോട് ഭയങ്കര ഹരല്ലേ. എന്നോട് വണ്ടി നല്ല നീറ്റായിരിക്കണം, ഭയങ്കര വണ്ടി. ഈ കാറ് സ്വിഫ്റ്റ് ആട്ടെ ചെറുതിന് അത് കഴുകണമെങ്കിൽ 4 മണിക്കൂർ തന്നെ ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചേക്ക്. അത് ആ വണ്ടിയോടുള്ള ആത്മാർത്ഥ ഇഷ്ടാട്ടാ. എല്ലാ ഭാഗം കഴുകി തുടച്ച് അതാണ് അതിന്റെ കാര്യം. അതന്നെ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കാണുമ്പോ ചോദിക്കൂട്ടാ. ഇപ്പൊ കുറച്ചാളായിട്ട് പിന്നെ ഞാൻ ഷെബിയുടെ വണ്ടിയിൽ പോകുമ്പോ ഇത് കഴുകാൻ ഇത് വിട്ടുപോണത്. അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും വണ്ടി കഴുകി മിനിക്കിട്ട് പോകുള്ളൂ കേട്ടെ. അത് തന്നെയാണ് നമ്മളെ അതിന് കാണുമ്പോഴേക്കും വണ്ടി നല്ലോണം ശ്രദ്ധിക്കൂലേ എന്ന്. കാർ പുതിയത് മേടിച്ച സമയത്ത് നമ്മൾ ഡോറ് കുറച്ച് അമർത്തി അടയ്ക്കുമെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ണോളൊക്കെ ഇരിക്കണ അടഞ്ഞില്ല എന്ന് വേണ്ട വെച്ചിട്ട് പണിട്ട് ഇതേ അംബാസഡറിന്റെ ഡോറില് നല്ല കേട്ടാ. അംബാസഡർ ആകുമ്പോ നന്നായി അടക്കണേ. ചെറിയ കനലില്ലാത്ത സാധനല്ലേ. ഇതിന്റെ ഇന്ത്യയിലൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം കേട്ടാ. എന്തെങ്കിലും ചെയ്യും ഞങ്ങള് അല്ലേ കേട്ടാ. രാജാവിന്റെ മകനാണ്. അങ്ങനെ സാമ്പാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലത്തെ മീൻകറിയും ഇഡ്ഡലി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. കഴിച്ചോട്ടെ. അത് വേറെ ടേസ്റ്റാണ്. മീൻകറിയും ഇഡ്ഡലി, മീൻകറിയും ദോശയും, മീൻകറിയും പുട്ടും, മീൻകറിയും ചപ്പാത്തിയും. ഏത് കൂടുതൽ ടേസ്റ്റ് ചെയ്ത ഇപ്പോഴത്തെ സാമ്പാറും മീൻകറി അല്ലേ. സാമ്പാർ പിന്നെ കള്ള സാമ്പാറാ. അല്ല, മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. മീൻകറിക്ക് അത് വേറെ ടേസ്റ്റ്. മീൻകറിയും അതുകൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. നമ്പൂതിരി പിന്നെ മീൻകറി ഒന്നും രാവിലത്തെ നേരത്തെ കൂട്ടില്ലേട്ടാ. നല്ല ചട്നി അടിച്ചിട്ടുണ്ടല്ലോ. സാമ്പാർ കൂട്ടി കഴിച്ചോട്ടെ കേട്ടാ. സാമ്പാറും ചട്നിയും. കണ്ട സാമ്പാർ എങ്ങനെയുണ്ട്? രസമുണ്ടല്ലോ. ചട്നിയും കൂടി ആകുമ്പോ സാമ്പാറിന്റെ ടേസ്റ്റ് അല്ല, ചട്നിയുടെ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ മുളക് രസമുണ്ട് കേട്ടോ. നമ്മുടെ മുളകാണ്. നമ്മുടെ പറമ്പിലുണ്ടായ നമ്മുടെ സ്വന്തം വിളക് തേയിലുണ്ടായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചതിന് ശേഷം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമ്മൾ അയില മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പോയി ഒരു അയില മേടിച്ചു കൊടുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വേണ്ടി നിന്നു കിട്ടാം. എന്ന് വെച്ചാൽ അയിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നന്നാക്കി കിട്ടാം. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു നീ നന്നാക്കണ്ട, നമുക്ക് ആ ചേച്ചിയോട് നന്നാക്കി കഴിഞ്ഞ് നീ കുളിച്ച് കഴിഞ്ഞതല്ലേ. ഞാൻ നേരം കളയാണ്ട് വെച്ച് ഞാൻ വേഗം എനിക്ക് അയിലൊക്കെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് നന്നാക്കി എടുക്കും കേട്ടോ. കത്തി മൂർച്ചയുണ്ട്, നല്ല കുറച്ച് ഉടച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല അയില തന്നെയായിരുന്നു. അങ്ങനെ വേഗം അയിലൊക്കെ നന്നാക്കി വെച്ചു. പിന്നെ ഇന്ന് തന്നെ പറഞ്ഞു വേറെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു ഒന്നും വേണ്ട, കുറച്ച് മോര് കറി ഇരിക്കുന്നുണ്ട്, സാമ്പാർ ഇരിക്കുന്നുണ്ട്, മീൻ വറുത്ത് മീൻ കറി, പിന്നെ സബോള അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, മതിയാണ്.
അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കിയതിന് ശേഷം നടു കഷ്ണമൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റിയിട്ടാണ്. വാലിതാലും കറി വയ്ക്കാൻ വേണ്ടി എടുത്തു, നടു കഷ്ണം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റി പലിഞ്ഞിരുന്നു. അതിന് ശേഷം നമ്മൾ അതിലൊക്കെ ആ ചട്ടിക്ക് വെച്ചു. പിന്നെ ഒരു മിക്സിയിൽ ജാറിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നാളികേരം അത് അതിനേട്ടം കൊണ്ടുപോയി അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അവിടെ ഒരു തുണ്ട് മാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ടു, പച്ചമുളക് ചീന്തിയിട്ടു, കറിവേപ്പില ഇട്ടു, 3 കുടംപുളി ഇട്ടു, പിന്നെ അരപ്പൊഴിച്ചു, ഇഞ്ചി ചുവന്നുള്ളി ചതച്ചിട്ടു. അപ്പോൾ നമ്മുടെ മീൻ കറി പെട്ടെന്ന്. അപ്പോഴേക്കും അതിനായിട്ട് ഇതേ പോയിട്ട് പാത്രം മോറാൻ നിന്നോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ മോറാം. അപ്പോൾ എന്താ ഞാൻ മോറാൻ എൻ്റെ കൈമത്തെ വളം ഒരു പോലും ഞാൻ മോരോട് കുഴപ്പമൊന്നുമില്ല, നീ മാറുന്നുണ്ട് അതിനായിട്ട് എൻ്റെ മേടിച്ചു. 12 ആകുമ്പോഴേക്കും നമ്മുടെ ചേച്ചി വീട് എത്തിയിട്ടാണ്. ചേച്ചിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു, ചേച്ചി വീടെത്തി. എന്താ കാര്യം? ഫ്ലൈറ്റ് എടുക്കാൻ പോകും. അങ്ങോട്ട് പറയാം. ആരും കാണിച്ച കുട്ടിക്ക് റൈറ്റ് കിട്ടിയില്ല, ടീച്ചർ റൈറ്റ് ഒക്കെ കൊടുത്തു. നിങ്ങളൊക്കെ റൈറ്റ് കിട്ടി. സ്റ്റാർ എന്ന് തരിക. ടോണി കിട്ടി, 3 കിട്ടി. 3. അടുത്തെന്താ 3 കഴിഞ്ഞ അതെന്താ 4 കഴിഞ്ഞ 5 കഴിഞ്ഞ അതന്നെ കഴിഞ്ഞ 7 കഴിഞ്ഞ അതിനോട് എഴുതാണ്ട് കുറച്ച് ചെയ്തിട്ടില്ല. 7 കഴിഞ്ഞെന്താ 8. യൂണിഫോം മാർക്കോ 8. ഇതാരത് അത്തപ്പൂക്കള അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എസ് പറയണം. ആദ്യം എസ് പഠിച്ചിട്ടല്ലോ. അത് കണ്ണല്ലേ ഓക്കേന്നാ തിരിച്ചായിരുന്നു അത്ര ഒന്നുമില്ലാതെ എങ്ങനെ എന്തൊരു ചെയ്തേ ഉണ്ണിയുടെ കണ്ണടിച്ചു പോയാ. ഉണ്ണിയുടെ കണ്ണെന്നല്ല, അവിടെ ഇങ്ങനെ പൂജ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ്, അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ടില്ല. കണ്ണുപോയാ ഉണ്ണിയുടെ കണ്ണനല്ല, ഉണ്ണിയുടെ ചേട്ടനാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി എഴുതിയിട്ട് വരയ്ക്കുന്ന കാട്ട് നോക്കട്ടെ. ഇതൊക്കെ പേജ് രൂപ തോന്നുന്നു മാച്ചിട്ട്. ശരി ചേട്ടാ ആദ്യം 5 പോലെ ഇങ്ങനെ വരച്ച് 5 പോലെ ഇങ്ങനെ വരച്ച് നിർത്തി കാണിക്കേ. കുട്ടികളെ പഠിപ്പിക്കാറില്ലല്ലേ. ഇങ്ങോട്ടാ പിടി മാക്കട്ടെ, പിടി കഴിഞ്ഞ താങ്ക് യു. പിടിക്കട്ടാ നോക്ക് 8. ഓക്കെ അതിന്റെ കോലം നോക്ക. എന്നാ വല്യമുടി ഒന്ന് വരച്ചു ഞാൻ നോക്കട്ടെ. കുഞ്ഞുമുടി ആ കേട്ടാ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിലേ നമ്മൾ പറഞ്ഞല്ലോ കുണുക്കന് 5 ജോഡി ഡ്രസ്സ് എടുത്ത് പിറന്നാളിന് 5 ഷർട്ട് എടുത്തു 1000 രൂപയ്ക്ക്. അപ്പോൾ ആ പെണ്ണ് നാവിൽ തൊട്ട് മനസ്സോട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കമന്റ് നുണച്ച് തള്ളായി തള്ളയല്ല പറഞ്ഞ് ഗൾഫിൽ നിന്ന് ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുത്തയച്ചെന്ന്. അതിന് കൊടുക്കാനുള്ള പിറന്നാളിന്റെ ഡ്രസ്സ് നമ്മളാണ് എടുത്ത്
എന്താ സഹോദരി മനസ്സിലാക്കാണ്ട് കാര്യം പറഞ്ഞത്? കണ്ടിട്ടല്ലേ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വ്യക്തമാക്കിയിട്ട് കമന്റ് ഇടാം കേട്ടോ. വേറെ ഒന്നല്ല സഹോദരി. ശ്രീ എന്ന് പേരുള്ള അത് നമുക്ക് ഓൾറെഡി നെഗറ്റീവ് ഇടുന്നതിന്റെ ഒന്നാമത്തെ ഒരു ആശക്തിയാണ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അവള് നെഗറ്റീവ് തന്നെയാണ്, മനസ്സിലായി. അപ്പോൾ ഈ നെഗറ്റീവിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് കുണിക്കൻ്റെ പിറന്നാളിന് ഞങ്ങൾ തന്നെയാണ് ഷർട്ട് എടുത്തതും ചിലവാക്കിയതൊക്കെ. കുണിക്കുമ്പോഴുള്ള പിറന്നാളിനാണ് ഗിഫ്റ്റ് കൊടുത്തയച്ചു. കുണിക്കനും കുണിക്കുള്ള ഷർട്ടും ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുത്തയച്ചത്. കുണിക്കുമ്പോഴുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കുണിക്കുമ്പോഴുള്ള ബർത്ത്ഡേക്കാണ് ആ ചേച്ചി ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നത്. കുണുക്കൻ്റെ പിറന്നാളിന് ഞങ്ങൾ കാശ് ചിലവാക്കിയിട്ട് എടുത്തത്. അത് ആ മനസ്സിൽ തൊട്ട് നാവിൽ തൊട്ട് ചേച്ചി കുണുക്കൻ്റെ പിറന്നാളിന് മേടിച്ചു കൊടുത്ത കാര്യം പറഞ്ഞത്. കുണിക്ക് ഗിഫ്റ്റ് കിട്ടിയ അത് അവൾ കാണാനിട്ടല്ല, അത് അവൾ പറഞ്ഞില്ല. എന്താ വെച്ചാൽ അത് ആരെയും കൊടുത്തയച്ചില്ല. അപ്പൊ ഇതും വരെ നമ്മളതിനെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരാൾ പറഞ്ഞോട്ടോ, അച്ഛൻ പറഞ്ഞല്ലേ മറ്റുള്ളവർ എച്ചിൽ ഇതാക്കി പറയണ എച്ചിൽ ചാനൽ എന്ന് പറയുന്നത് നല്ലതെന്ന് മനസ്സിലാക്കണവരുണ്ട്. അപ്പൊ ആദ്യം സ്ത്രീ മനസ്സിലാക്കില്ല. എന്താ വെച്ചാൽ സ്ത്രീ നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാരിറ്റി ഇപ്പോൾ അത് ക്ലിയറാക്കി പറഞ്ഞു. ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ക്ലിയറാക്കി എന്താണ് കേട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല കേട്ടാ. അത് കുണിക്ക് ചോറ് കൊടുത്തു, അന്നേട്ടും ചോറ് കൊടുത്തു. ഞാൻ ചോറിൻ്റെ കുടിക്ക് ആരോട്ടെ capital A, capital എന്താ B, capital C, capital D, നേരത്തെ നമ്മൾ പറയണ കേട്ടോ. capital പറഞ്ഞേദിക്കോ മോനാ, പറഞ്ഞേദിക്കോ. ഉറക്കനെ പറയണം, ടീച്ചർ കേക്കണം. capital B, capital C, C ഏതാ? അതാണ് ഞാൻ കൈ പിടിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ കൈ പിടിക്കുന്നത് ഞാൻ എഴുതാനല്ല നിൽക്കുക, ഞാൻ സ്ഥലം വെച്ചിരിക്കുന്നു. ഓടുണ്ട് ചെയ്ത് capital C. അങ്ങനെ ഈ സമയം 3:30 വന്നു. കുണുക്കി കുറച്ച് നേരം കുണുക്കി ഹോംവർക്കുള്ളതൊക്കെ ഹോംവർക്ക് ചെയ്തു. ഏതാളതൊക്കെ എഴുതി മോൻ, ഏതാളതൊക്കെ എഴുതി വെച്ചു. ഇനി ഞങ്ങൾ കുണുക്കിന് വണ്ടിയപ്പെട്ട സമയം 3:30. 3:05 ഇതല്ലേ അത് നമ്മുടെ ക്ലോക്കിൽ 3:10 3:15 3:15 ആയിട്ട് പോയ പരമന വീണ്ടും ജേക്കബും ജോസഫൊക്കെ പോവും അതേരമ്പളക്കൊക്കെ. അച്ഛൻ്റെ മോനാണ് സുഖമില്ല. അതല്ല 3:30 3 മണിയൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അപ്പോൾ സമയം 3:18 പോവാം. നല്ല കാറ്റുണ്ട് പുറത്ത്. കുട്ടി റിബണൊന്നും ഊരിയില്ല. കുട്ടിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ചേരം ഉറങ്ങിക്കോന്നാണ് പറഞ്ഞ്. പഠിച്ചിട്ട് ഉറങ്ങുള്ളൂ അത്ര. ഗുഡ് ഗേളാ. പക്ഷെ എഴുതിയതാരെ മൊത്തം ഞാൻ. ചിരിക്കണ്ട, ഒറ്റടിക്കുക. കിക്കിലാക്കണ്ട നീ. അതാണ് എന്നിട്ട് മോള് വാർത്തതിന് ശേഷം താഴത്ത് കൊട്ടും ശബ്ദം കേട്ടത് വയറിങ്ങോ. അങ്ങനെ മോനെ കൊണ്ടുവരാൻ പോവാണ്. ചേച്ചിരിക്കുന്നുണ്ടോ അവിടെ? എന്താ ചേച്ചിണ്ടാ? പിന്നെ അവിടുത്തെ ചേച്ചി വർത്താനം പറഞ്ഞു എന്നോട്. ചേച്ചി വർത്താനം പറഞ്ഞു കണ്ടുണ്ടോ നീ ചേച്ചിനെ എപ്പോഴെങ്കിലും? ബഷീർ പമ്പ കണ്ടുണ്ടോ? ഏത് ബഷീർ പമ്പ? അച്ഛൻ കൂടിട്ട് ബഷീർ പോയപ്പോ ആലപ്പുഴയ്ക്ക് പോയപ്പോഴോ? ആ എന്താ ചേച്ചി നിന്നോട് എന്ത് ചോദിച്ചേ? സുഖാണോ ചോദിച്ചാ? അങ്ങനെ നമ്മുടെ കുണുക്കമ്മ വന്നു. കുണുക്ക കുക്കറിലിട്ട് വന്നാ ഇഡ്ഡലി കഴിച്ചോണ്ടേ? ഇത് 3 പീസ് ഉണ്ട്.
ഓക്കെ. ബാക്കിയൊക്കെ നാളെ ഓ വെരി ഗുഡ്. ഇത് തണ്ണിമത്തൻ കഴിച്ചാ? പത്ത് കഴിച്ചു. എൻ്റെ മോന് ഞാൻ കുണുക്ക സ്ക്രൂട്ട് എന്നിട്ടാണ് ഞാൻ ചോദിച്ചത്. കുണുക്ക ഇഡ്ഡലി കൊടുത്തു. 2 ദിവസം മുന്നേ വെച്ച വെള്ളരിക്കറി ഉണ്ടായിരുന്നു, ഇന്നത്തെ അയിലക്കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, സവാള അച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. എന്നിട്ട് സാമ്പാർ എടുത്തില്ലേ? ഞാൻ സാമ്പാർ എടുത്തു. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് കൂടിയിട്ട് മീൻ കഴിച്ചാൽ നമുക്ക് വായിക്കാൻ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഒരു മധുരമുള്ളതൊക്കെ എന്തെങ്കിലും ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴം എന്താ കയ്യിലുള്ള വെച്ചാൽ അതൊന്നും എടുത്ത് തിന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാസ്പോർട്ട് കേട്ടോ. എൻ്റെയും അനുവേട്ടൻ്റെയും കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കേട്ടോ. പൊന്നിൻ്റെ കയ്യിലാണ്. ഞാൻ എത്ര നാളെ എൻ്റെ കയ്യിലായിരുന്നു. പിന്നെ അവള് പോയപ്പോൾ അവളേലും കൊടുത്ത് പിന്നെ അവളേലാട്ടത് കുണുക്കന് കണ്ട വെച്ചിട്ട് എന്താ കൊടുക്ക പാസ്പോർട്ട് ധാരടേക്കാ ധാരടെ നോട്ടെ നിനക്ക് ഇങ്ങനെ ആട്ടെ ഇങ്ങനെ ഇത് നമ്മുടെ കുഞ്ഞിന്റെ പാസ്പോർട്ട് കേട്ടാ. കുഞ്ഞിനെ നോക്ക്, നമ്മുടെ പിഞ്ഞിന്റെ പാസ്പോർട്ടാണ് കേട്ടോ. കണ്ട. അപ്പൊ ഇതൊക്കെ ഇനി പുതുക്കാൻ പറ്റുമോ എന്താ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തരാം. കുണിക്ക് പാസ്പോർട്ട് വേണോ നിനക്ക്? പാസ്പോർട്ട് ഉണ്ടോ നിനക്ക്? നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? എവിടെ? അത് അച്ഛൻ്റെ അമ്മയുടെ കുഞ്ഞിൻ്റെ ഒക്കെ അല്ലേ, നിന്റെ ഉണ്ടാ? എവിടെ? അമൃതാന്തമ്മയുടെ പൊട്ടപ്പാ അമൃതേട്ടോ മോൻ പാസ്പോർട്ട് അഡ്മിച്ചോ കൊടുക്കാൻ പറയാ. ഈ ഫോട്ടോ മാറ്റിയിട്ട് ഒന്ന് എൻ്റെ ഫോട്ടോ ഒട്ടിക്കുന്നു. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുന്നോളം വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുന്നോളത്ത് പോയി ഡ്രൈ ക്ലീൻ ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ, നമ്മൾ കല്യാണത്തിന് ഇട്ട ഡ്രസ്സുകൾ ഡ്രൈ ക്ലീനും തേക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു. കാട്ട് കൊടുക്കാൻ ഞാൻ പറയാം. അതൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ പാസ്പോർട്ട് പുതുക്കുന്ന കാര്യത്തിന് വേണ്ടി എനിക്ക് അതിന് പാസ്പോർട്ടൊക്കെ എടുത്തത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാട്ടോ, വേണുവേട്ടൻ എന്ന് പറയും. അതിന് ഒരു കസിനും കൂടിയിട്ട് എൻ്റെ ഒരു ബന്ധു കൂടിയിട്ടാണ്. അപ്പോൾ വേണുവേൻ്റെ അടുത്ത് പോയി അപ്പോൾ പാസ്പോർട്ട് പുതുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ വേണേട്ടൻ പറഞ്ഞു പണ്ടത്തെ കഷ്ടപ്പാടൊന്നും, പണ്ട് ആ കടലാസ് ഈ കടലാസ് 100,000 കടലാസുകൾ. ഇപ്പോൾ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം വേണ്ടെന്നാണ് പറയണത്. ഭർത്താവിൻ്റെ പേര് എഴുതേണ്ട ആവശ്യമുള്ളൂ എന്നാണ്. അപ്പോൾ പൊന്നിനോട് പറഞ്ഞത് അമ്മ എൻ്റെ കൊണ്ട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ പൊന്നൂൻ്റെ ചോദിച്ചു. അപ്പോൾ പൊന്നൂൻ്റെ പാസ്പോർട്ടിൻ്റെ പേജിൻ്റെ ആദ്യത്തെയും ബാക്കത്തെയും ഫോട്ടോ സ്റ്റാർട്ട് എടുക്കണം. എൻ്റെ എടുക്കണം. പിന്നെ ഷെബിൻ്റെ പാസ്പോർട്ടിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജും എടുത്ത് കൊണ്ടു കൊടുക്കുക. അപ്പം ഞങ്ങൾ 3 ആളുടെ ആധാർ കാർഡ് കൊണ്ടു കൊടുക്കാൻ. കുഞ്ഞിൻ്റെ SLC കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അപ്പോൾ അങ്ങനെ ഒരുമിച്ചെടുക്കാമെന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു പാസ്പോർട്ട് എടുത്തു, പിന്നെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വീണ്ടും എടുക്കുമ്പോൾ 2 പാസ്പോർട്ടാവും. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് വീണ്ടും പാസ്പോർട്ടിൻ്റെ ഫാമിലി വിസയ്ക്ക് ഭർത്താവിൻ്റെ പേര് കൊണ്ട് ഇതാക്കുമ്പോൾ 3 പാസ്പോർട്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ല. അപ്പോൾ കുഞ്ഞിന് SLCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ശേഷം എടുക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ എൻ്റെ പാസ്പോർട്ട് പുതുക്കി കിട്ടിയതിന് ശേഷം കുണുക്കിക്ക് പാസ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പൊന്നുവിൻ്റെ കിട്ടിയതിന് ശേഷം കാർത്തൂനും പാസ്പോർട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടത് ഞങ്ങളെ കൂടി ഇപ്പോൾ എന്താ പെട്ടെന്ന് ഗൾഫിലേക്ക് പോകണമെന്ന്. അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് അതൊന്ന് പുതുക്കി വെക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ എന്താ പറയാൻ വന്ന് അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് എങ്ങോട്ട് പോകണതല്ല. നമ്മൾ എടുത്ത് വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ദുബായ് ഫെസ്റ്റിവലൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അധികം കാശില്ലാണ്ടൊക്കെ നമുക്ക് ഒരാഴ്ചത്തെ എടുത്ത് പോകുന്നതന്നെ. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ കുണുക്കിനും ദുബായി കൊണ്ടുപോകും എന്ന് പറഞ്ഞില്ലേ, ഒരിക്കലെങ്കിലും ഞാൻ അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ സന്ദർഭം കിട്ടുന്ന സമയത്ത് നമുക്ക് ഓടി പോയിട്ട് പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മുൻകൂട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുണുക്കിക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 10-15 വയസ്സ് വരെയൊക്കെയുള്ള ഇതാവും എന്നൊക്കെ തോന്നുന്നു. പാസ്പോർട്ട് അങ്ങനെ കുഞ്ഞിനും പൊന്നിനൊക്കെ 15 വയസ്സ് വരെയൊക്കെ ഞാൻ കിട്ടിയത് കേട്ടോ, ഈ ഒരു പ്രായത്തിലെടുത്തിട്ട്. അപ്പോൾ അതുവരെയ്ക്ക് കിട്ടിയ നല്ല കാര്യമില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കുക. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പോവും, കൊണ്ടുപോകും. ഒരിക്കലും എൻ്റെ കുണുക്കി കൊണ്ടുപോകും. എനിക്ക് അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്, അവരെ ദുബായ് കാണിക്കണം, അവരെ കൊണ്ടുപോകണം. ആഗ്രഹിക്കാമല്ലോ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ ആഗ്രഹിക്കാൻ നമുക്ക് കാശുകാരില്ല, സ്വപ്നങ്ങൾ കാണാൻ കാശുകാരില്ല. കുണിക്ക് അമ്മയുടെ മുടിയുടെ ഇവര് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോ പിടിച്ചിട്ടാണ് പോവാട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആഗ്രഹിക്കാൻ കാശുകാരില്ലാത്തതാണ് നമ്മൾ നല്ലോണം അങ്ങനെ ആഗ്രഹിക്കുക. എന്തെങ്കിലും
എന്ത് മഴയുടെ ശബ്ദം വിളിക്കില്ല. അപ്പോൾ നല്ലോണം ആഗ്രഹിക്കുക കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ പോവും എന്തെങ്കിലും ഒരിക്കൽ. പിന്നെ അതിനേട്ടൻ പറയുന്നുണ്ട് വേറെ ഡ്രൈവർ വിസ കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ അതിനേട്ടൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറുടെ വിസ കിട്ടുകയാണെങ്കിൽ വേക്കൻസി കിട്ടുകയാണെങ്കിൽ അതിനോട് ഒരു 5-8 വർഷം കൂടി പോയിട്ട് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അതിനേട്ടന് പോയിട്ട് നിൽക്കണം. ഉണ്ണോട് ചെറുതന്നെന്നൊക്കെ അതിനേട്ടൻ പറയുന്നുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും അച്ഛൻ പിന്നെ കുണക്കിനെ കുടിക്കുന്ന ഓർത്തിട്ട്. അപ്പം ഞാൻ എന്താണ് ഒരു വീണ്ടും എൻ്റെ ലൈഫ് പണ്ടത്തെ പോലെയാവും. അതായത് ഇപ്പോൾ കുഞ്ഞിനോട് കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാനും കുണുക്കനെ കുണിക്കും. പണ്ട് ഞാനും പൊന്നും കുഞ്ഞിനും എന്നുള്ള പോലെ പിന്നെ ഞാനും കുണുക്കനെ കുണിക്കാവും. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്നേട്ടൻ പോകും. അപ്പോൾ അതോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് പുതുക്കി വയ്ക്കുന്നത്. എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഒരു വേക്കൻസി കിട്ടുകയാണെങ്കിൽ എന്നേട്ടനും പോവും. എന്നേട്ടൻ വേറെ എവിടേക്കും പോകാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. റാസ് കഴിയുമ്പോൾ മാത്രം അതാണ് എന്നേട്ടൻ ഇഷ്ടം. എന്താ വെച്ചാൽ വർഷങ്ങളോളം അവിടെ നിന്നിട്ട് വേറെ എവിടേക്കും പോകാൻ ഇഷ്ടമില്ല. റാസ് കഴിയുമ്പോൾ വല്ല ഡ്രൈവറായിട്ട് കിട്ടുകയാണെങ്കിൽ എന്നേട്ട് പോകും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ. മേടിക്കാൻ വേണ്ടി മലങ്കര ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ റിസൾട്ട് മേടിക്കാൻ പോയിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ കാണാം. അല്ല കുണിക്കേ ബായ് പറഞ്ഞല്ല. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ബായ് പറഞ്ഞേ. അപ്പോൾ കുണിക്കേക്ക് നമ്മളവിടെ പോയപ്പോഴേ നമ്മൾ ഒരു ട്രാവൽ ഏജൻസിക്ക് പോയപ്പോൾ അവിടെ നമ്മളല്ലേ എൻ്റെ കസിന് അപ്പോൾ ചേട്ടൻ കൊടുത്താട്ടോ കാട്ടിയെടുത്ത് താജ്മഹൽ കുണിക്കേക്ക് കൊടുത്താട്ടാ. കുണുക്കത്തെടുത്ത് കളിക്കണ്ടായിരുന്നു അത്ര. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ സംസാരം കുണുക്കം കളിക്കണേന്നില്ല. അപ്പോൾ പോണേത്ത് മോളേത് മോള് കൊണ്ടൊക്കെ മോള് കളിച്ചാലാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ മോളല്ല മോനാണ്. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അവ അങ്ങനെ ആരുടേതും പെട്ടെന്ന് ആരുടേതും അവസാനം മേടിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, എന്താ വെച്ചാൽ നമ്മുടെ ബന്ധു കൂടിയിട്ടാണല്ലോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു കുണുക്കനെ മേടിച്ചു മാമ അന്ന് മേടിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുണിക്കുമ്പോൾ ആള് സ്മാർട്ടാണ്. കുണിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് സാധനം പോയി വാങ്ങി കൊടുത്തു അല്ല കുണിക്ക്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതൊരു രാശിയായിട്ട് ഇരിക്കട്ടെ നമ്മുടെ കയ്യിൽ. താജ്മഹൽ കാണാനും യോഗം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ. ദുബായിക്ക് പാവം ദുബായിക്ക് പോകാൻ ആഗ്രഹമാണ്. അവള് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് അറിയാം ഫോട്ടോ എടുക്കില്ല ദുബായി പോരാൻ വേണ്ടിട്ട് മോൾക്ക് പോവാട്ടോ. ഒക്കെ മാമ ശരിയാക്കി തരാട്ടോ. വിഷമിക്കേണ്ടട്ടോ. നിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് പാസ്പോർട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ. അവളെ ആഗ്രഹം കണ്ടിട്ട് മാമൻ അത് അച്ഛൻ്റെ ബന്ധുവാ. അപ്പം അത്രേ ഉള്ളൂ. ശരിക്കും അച്ചാച്ചനാവും വരിക. അച്ചാച്ചൻ അങ്ങനെ സ്ഥാനം കൊണ്ട് വരിക. അച്ഛൻ്റെ പാപ്പനാണെങ്കിൽ നിനക്ക് അച്ചാച്ചൻ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പോട്ടെ. ബായ്. ഒരു ബായ് പറഞ്ഞേ. ഓക്കെ. കാട്ടുമാക്കാൻ മതി. അച്ഛൻ ഫ്രണ്ട്